വാക്കാണ് ബഹു വസീലത്തുക വസീലത്തു അബീക ആദം. അത് ഫത്വല്ല മുസ്ലിയാരെ, ഇമാം മാലിക്കിന്റെ ഫത്വ അത് അല്ലല്ലോ. രാജാവ് ചോദിച്ചപ്പോ പറഞ്ഞ സംഭവം അത് ഫത്വയല്ല. ഫത്വ എന്താ എനിക്കറിയില്ലേ? എന്താണ് ഇപ്പൊ ഇങ്ങനായോ? ഫത്വ എന്താ? എന്താ ഫത്വ? ചോദിക്കുമ്പോ ഫത്വേ അതിന് സുആല് ഫത്വ വ്യത്യാസമില്ലേ? എന്താണ് ഇങ്ങനെയൊക്കെ? നിങ്ങൾ എന്ത് മുദരിസ? നിങ്ങൾ സഖാഫി ആയിട്ടില്ലേ? അപ്പൊ ഏതായിരുന്നാലും സഖാഫിമാർ ഇങ്ങനെ പറയില്ല. ഏതായിരുന്നാലും ഇമാം മാലിക് ഒരു ഫത്വ കൊടുത്താൽ പിന്നെ ഞാൻ അപ്പുറം നോക്കണ്ടാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ സിത്തുമിൻ ഷവ്വാൽ 6 നോമ്പ് കറാഹത്താണ് ഇമാം മാലിക്. ഷവ്വാൽ 6 നോമ്പ് കറാഹത്ത ഇമാം മാലിക് ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? ഇമാം മാലിക് പറഞ്ഞു 6 നോമ്പ് കറാഹത്താണ്. കാരണം എന്താ? ഹദീസ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ട പണ്ഡിതന്മാരും നോക്കിയിട്ടുമില്ല, നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഷവ്വാല് 6 നോമ്പ് കറാഹത്താകുന്നു. അപ്പൊ എന്തായി? അല്ലാ, നമ്മൾ നോറ്റല്ലോ കറാഹത്തായത്, നമ്മൾ കറാഹത്തായി നോറ്റല്ലോ, അതുകൊണ്ട് അത് പഴിച്ചു പോയല്ലോ പറയോ? ഇല്ല. അപ്പൊ ഇമാം മാലിക്കിന്റെ മഹത്വം പറഞ്ഞതുകൊണ്ട് ഈ ഹദീസ് സ്ഥിരപ്പെടൂല. ആ മഹത്വത്തിൽ ആർക്കും തർക്കമില്ല. നേരെ മറിച്ച് ഇമാം മാലിക് ഉദ്ദേശിക്കാത്ത പറയാത്തൊരാശയം ഇമാം മാലിക്കിന്റെ പേരിൽ നിങ്ങൾ വെച്ച് കെട്ടുന്നു, അബൂ ഹനീഫയുടെ പേരിൽ വെച്ച് കെട്ടുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ തർക്കമില്ല. അന്ത്യനാളിൽ നമ്മുടെ വസീല മുഹമ്മദ് നബി, ആദം നബിയുടെ വസീലയും മുഹമ്മദ് നബി എല്ലാരും ചെല്ലും റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക്. നബി തങ്ങൾ പറയും, വരൂ, ഞാനാണ് അതിന്റെ ഉടമസ്ഥൻ. ചെല്ലും. അതാണ് ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ. ആദമും അദ്ദേഹത്തിന് കീഴെയുള്ളവരും അലൈഹിസ്സലാം എല്ലാവരും എന്റെ പതാകക്ക് താഴെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അന സയ്യിദു വൽദി ആദമ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ നേതാവ് ഞാനാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഒരു ഓർമ്മ ഉണ്ടാകും. പണ്ട് ഔഷാദുൽ വ്യാഖ്യാനിച്ച് കുടുങ്ങിപ്പോയ സംഭവം. അപ്പൊ ഏതായിരുന്നാലും ശരി, അതൊന്നും ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറയാനുള്ള തെളിവല്ല. ആദം നബി സല്ലല്ലാഹു വസ്സലാം മുഹമ്മദ് നബിയെ കൊണ്ട് ഇടയാളിനാക്കി തേടി എന്ന് പ്രമാണം കൊണ്ട് തെളിയിക്കുന്ന. അപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് പ്രമാണം എന്താ? അബൂ ഹനീഫ പറഞ്ഞത്. ഞങ്ങൾക്ക് പ്രമാണം എന്താ? ഇമാം മാലിക് പറഞ്ഞത്. അബൂ ഹനീഫ എവിടെ പറഞ്ഞു? ഖസീത്തുൽ ഉൽമാനിയ. അങ്ങനെ കിതാബ് അദ്ദേഹത്തിനുണ്ടോ? അത് ചോദിക്കാൻ പാടില്ല. അവിടെ വലിയ പ്രശ്നം. നേരത്തെ പറഞ്ഞു ഞങ്ങൾ പ്രമാണം എന്താ? ഞങ്ങളുടെ പ്രമാണം മങ്കൂസ് മൗലിദാണ്. ഇപ്പൊ ഏതായാലും അബൂ ഹനീഫ പ്രമാണം മാറിയിട്ടുണ്ട് എങ്കിൽ ആ അബൂ ഹനീഫ പറയുന്നു, വഅക്റഹു അൻ യഖൂല ദാഇ ബിഹഖി ഫുലാനിൻ വബിഹഖി അംബിയായിക. എന്തൊരു ബേജാറ് കേൾക്കുമ്പോ. ഇപ്പൊ നിങ്ങൾ വായിച്ചല്ലോ മുസ്തസ്ഫ, അതേ മുസ്തസ്വരിയ വസാരി ഇമാം അദ്ദേഹം അടക്കം ഈ ഭാഗം എടുത്തു ധരിച്ചിട്ടില്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഈ വക അവരുടെ അഖീദ എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നു. അതിനൊക്കെ തള്ളിക്കളഞ്ഞ് 9-ാം നൂറ്റാണ്ടിൽ പാടിയൊരു പാട്ട്, അത് അബൂ ഹനീഫയുടെ പേര് ചാർത്തിയിട്ട് അത് അബൂ ഹനീഫയുടെ പാട്ടാണെന്ന് പ്രചരിപ്പിച്ചിട്ട് അതിലൂടെ ഒരു അഖീദ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വേദനാജനകം തന്നെയാണ്. സ്വഹീഹായ ഹദീസ് വേണം അഖീദക്ക്, അല്ലെങ്കിൽ ആയത്ത് വേണം അഖീദക്ക്. ആയത്തില്ല, ഹദീസില്ല. ഈ തവസ്സുൽ സ്ഥാപിക്കാൻ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുൽ എന്ന ഈ ബിദ്അത്തായ തവസ്സുൽ, പിൽക്കാലത്തുണ്ടായ തവസ്സുൽ, ആ തവസ്സുൽ സ്ഥാപിക്കാൻ സ്വഹീഹായ ഹദീസിന്റെ പിൻബലമില്ല. ഖുർആനിൽ ഏതായാലും തെളിവില്ല, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ ഉണ്ടെന്ന് പറയാൻ ആകെയുള്ളത് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ സംഭവമാകുന്നു. അത് ദഈഫാണ് എന്ന് ഇമാം ബൈഹഖി മുതൽ ഇബ്നു അസാക്കിർ മുതൽ ഇബ്നു കസീർ മുതൽ അതേപോലെ സുയൂത്തി അടക്കമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഈ ഹദീസ് ദഈഫാണ്. ഉദ്ധരിച്ച ഇമാം ഹാക്കിം പോലും ഹദീസ് സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലതാനും. എങ്കിൽ ആ നിലയ്ക്ക് മുസ്ലിം ലോകത്ത് കൈകാര്യം ചെയ്യപ്പെട്ട റിപ്പോർട്ട് അത് അടിസ്ഥാനമാക്കിയിട്ട് എന്തിനാണ് മുസ്ലിയാക്കന്മാരെ ഈ വക ദുർന്യായം പറഞ്ഞ് ഇല്ലാത്തൊരു അഖീദ സ്ഥാപിക്കുന്നത്? ഒരു അഖീദയാണെങ്കിൽ എത്ര തെളിവുണ്ടാവുന്നറിയോ? എത്ര ആയത്തുണ്ടാകും, എത്ര ഹദീസ് ഉണ്ടാകും, എത്ര വലിയ വലിയ ന്യായങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസകാര്യങ്ങൾക്ക് ഉണ്ടാകും. ഇത് ഇസ്ലാമിന്റെ വിശ്വാസകാര്യം. പക്ഷെ തെളിവെന്താ? അതൊരു പാട്ട്, അത് അപ്പുറത്തൊരു ബെയ്ത്ത്, ഇപ്പുറത്തെ ദഈഫായ ഹദീസ്. ഇതാണോ ഉസ്താദ് ഒരു ഇസ്ലാമിന്റെ വിശ്വാസം സ്ഥിരപ്പെടാവുക? അല്ലല്ലോ. അത് ഏറ്റവും അധികം ഒന്നുകിൽ മുത്തവാത്തിർ ഹദീസിൽ വരും, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ആഹാദായ ഹദീസിൽ വരും. സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടും ഇസ്ലാമിന്റെ വിശ്വാസകാര്യങ്ങളും കർമ്മകാര്യങ്ങളും മുഴുവനും. പക്ഷേ അതില്ലെന്നിരിക്കെ പിന്നെന്തിന് ഈ ന്യായം പറയണം? അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഈ പറയപ്പെട്ട മദ്ഹബു സലഫുസ് സ്വാലിഹുകൾ, മുൻഗാമികളായ സച്ചരിതരായ ഈ മഹാന്മാരായ ഇമാമിങ്ങൾ, അവർക്ക് സ്വീകരിച്ചൊരു അഖീദയുടെ മാർഗമുണ്ട്, അവർക്ക് സ്വീകരിച്ചൊരു ആദർശ താരയുണ്ട്. ആ ആദർശ വഴിത്താരയിലാണ് നമ്മളെല്ലാവരും ഒന്നിക്കേണ്ടത്.
മടങ്ങേണ്ടത്. മറ്റു വാസികൾക്കപ്പുറത്ത് ഇമാം അബൂ ഹനീഫ അടക്കം, ഇമാം മാലിക് അടക്കം, ഇമാം ഷാഫി അടക്കം, ഇമാം അഹ്മദ് അടക്കം, ഇമാം ലൈസും ഔസാഇയും അതേപോലെ സുഫ്യാൻ സൗരിയും സുഫ്യാൻ ഇബ്നു ഉയൈനയും റഹിമഹുമുല്ലാ അടക്കമുള്ള ഇമാമീങ്ങളൊക്കെയും അഖീദ രംഗത്ത് പഠിപ്പിച്ചത് എന്താണോ അതിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. അല്ല വിശ്വസിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ശരിയായ ഹക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ആ ഹക്കിലേക്ക് നമ്മൾ മടങ്ങുക. ഈ ഹദീസ് സ്വഹീഹല്ല, ദഈഫാണ് എന്ന് എന്റെ വകയല്ല, എണ്ണി പറഞ്ഞ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ ആ വാക്ക് മുഖവേക്കെടുത്തുകൊണ്ട് നിങ്ങൾ അത് ഇനിയെങ്കിലും സമുദായത്തോട് ഈ ഒരു ഹദീസ് തെളിവായി പറയല്ല എന്ന് സ്നേഹത്തോടു കൂടി ഒരു അഭ്യർത്ഥന മാത്രമാണ്. നിങ്ങൾ ഒരിക്കലും ഉപദേശിക്കാൻ ആളല്ല. ഈ വക ദുർബലമായ ഒട്ടേറെ കഥകൾ, ദഈഫായ ധാരാളം സംഭവങ്ങൾ കിതാബിൽ പലയിടത്തും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതെല്ലാം പെറുക്കിക്കൂട്ടി അതിന്റെ പിന്നാലെയാണ് അഖീദയുമായി പോകുന്നതെങ്കിൽ ആ അഖീദ അഹ്ലുസുന്നയുടെ അഖീദയല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ അഖീദയല്ല, സ്വഹാബത്തിന്റെ അഖീദയല്ല. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബത്തോ ഈ വിഷയത്തിൽ ഒരു മാതൃക, ഈ ആയത്തോതിയിട്ട് ഇത് ആദം നബി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു വ്യാഖ്യാനം നൽകിയ ഒരു സംഭവം ഇല്ല, കാണാൻ സാധിക്കുന്നില്ലല്ലോ. പിൽക്കാലത്ത് പലരും പറഞ്ഞുവെന്നല്ലാതെ അതാവട്ടെ ദഈഫായ ഈ ഒരു റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് താനും, അല്ലാതെ സ്വഹീഹായ ഒരു അവലംബിച്ചുകൊണ്ട് അവരാരും രേഖപ്പെടുത്തിയിട്ടില്ല എന്നിരിക്കെ ഇനിയും നിങ്ങൾ ഈ പാട്ടിന്റെ പേരും പറഞ്ഞ് ബെയ്ത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ സമുദായത്തെ ഈ നിലയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് സ്നേഹത്തോടു കൂടി സൂചിപ്പിക്കുകയാണ്.